പാളിയിൽ പാളിയോ എന്നാണ് ചോദ്യം. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, പാളിയിൽ പണി പാളിയോ എന്നുള്ളതാണോ, എന്താണ്? ചെറുതായിട്ടൊന്ന് പാളിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വി ഐ പി ദർശനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉപജാപക സംഘം ശബരിമലയിലുണ്ട്. ആ ശബരിമലയിൽ ഒരു കണ്ണി ഈ പറഞ്ഞ പോറ്റിയാണ് എന്നുള്ളത് മാത്രം കണ്ടാൽ മതി, അതിനേക്കാൾ അപ്പുറം ഒന്നും കാണേണ്ട കാര്യമില്ല. അതേ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിദേശത്തുള്ള വലിയ മുതലാളിമാരും വലിയ സംവിധാനങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ടുവരുന്നു, ദർശനം നടത്തുന്നു, പൂജ നടത്തുന്നു, അതുപോലെ തന്നെ അന്നദാനം നടത്തിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരാൾ എന്നുള്ളതിന് കൂട്ടിയാൽ മതി. അതിന് നല്ല രീതിയിൽ പണം പിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നദാനം ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വലിയ മുതലാളി വരിക, അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഒരു വലിയ മുതലാളി വരികയാണ്, അദ്ദേഹത്തോട് പറയുകയാണ് ഇവിടെ ഏറ്റവും വിശിഷ്ടമായ സംവിധാനം അന്നദാനമാണ് കേട്ടോ. അന്നദാനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമല്ല അന്നദാനം നടത്താന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ പണത്തിൻ്റെ ആവശ്യം, കാരണം കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുപോയി കൊടുക്കുന്ന ആളാണ്. അന്നദാനം നടത്താന്ന് പറയും. എന്നാൽ ശരി, അന്നദാനം നടത്തിക്കോ, എന്നെക്കൊണ്ട് ഇവിടെ നിന്ന് നടത്താൻ പറ്റില്ല, നിങ്ങൾ നാളെ നടത്തുമെന്ന് ചോദിച്ചാൽ എത്ര പൈസയാണ്? അപ്പം 6 ലക്ഷമാണ്. അത് എത്ര പൈസയാണ്? 6 ലക്ഷം. അത് അദ്ദേഹം പറയും ഇവിടെ 30 ലക്ഷമാണെന്ന് പറഞ്ഞാൽ 30 ലക്ഷം കൊടുക്കുക, നീ ഇത് വൃത്തിയായിട്ട് നടത്തിക്കോണം എന്ന് പറയാം. അവിടെ ചെല്ലുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അന്നദാനം നടത്താൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത് നടത്തുന്നു, ഇതാ നിങ്ങളുടെ പേരിൽ അന്നദാനം നടത്തിയെന്ന് പറഞ്ഞ ഫോട്ടോയും വീഡിയോ എല്ലാം കൂടി അയച്ചു അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇത് നടത്തുന്ന ഒരാളിനേക്കാൾ അപ്പുറം ഇതിനെ കാണേണ്ട എന്നുള്ളതാണ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് രാഷ്ട്രീയമായ ആരോപണം ഒന്ന് വേറെയുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് 4 കിലോ സ്വർണം അല്ലെങ്കിൽ 5 കിലോ സ്വർണം, കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു മാറ്റി എന്നുള്ളത് അത് ശുദ്ധമായ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അതിനെന്താണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയല്ല ശരിക്കും പറയേണ്ടത്, ഈ അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണം പൂശിയ പാളിയാണ്. അത് 50 ഗ്രാം 50 പവനിൽ താഴെ, അരുൺ സാർ നേരത്തെ പറഞ്ഞ 50 പവൻ താഴെയാണ്. അത് ഇത്രയും വർഷം പഴക്കി കഴിയുമ്പോൾ അതിനകത്ത് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് അവരെടുത്തത് വന്ന് ശുദ്ധമായ ചെമ്പാണ് ഞങ്ങളുടെ അടുത്ത് പൂശാൻ കൊണ്ടു തന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടു തന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി ഇനി നഷ്ടപ്പെട്ടാൽ തന്നെ 50 പവന് താഴെ കണക്ക് കാണും. അതിലുള്ളത് അതിലുണ്ടാവും, അതിനകത്ത് എത്ര വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 4.5 കിലോ 50-ൽ നിന്നും കുറയില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അത് നോക്കുമ്പോൾ ശരിയാണ്, കിലോ തൂക്കി കഴിയുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ ചെമ്പ് നഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അങ്ങനെ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇതുണ്ട് എന്നുള്ളതാണ്. ഈ വി ഐ പി ദർശനം നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണിക്കാനുള്ള സംവിധാനം. നിങ്ങൾക്കെല്ലാം എന്താണ് പിൻവാതിലിൽ കൂടെ ദർശനം നടത്തുന്നത്. അയ്യപ്പൻ അറിയുമെന്ന് അറിയില്ല, പക്ഷേ മുതലാളിമാർക്കും ഈ പറഞ്ഞ VVIPകൾക്കെല്ലാം പിൻവാതിൽ ദർശനം നിർബന്ധമാണ്. കാരണം അവരെ എഴുത്തുമാരെ കൂട്ടണം, കൊണ്ടുപോകണം, പൂജ നടത്തണം, ദർശനം നടത്തിക്കണം, തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളൊരു ശൈലി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും. ശബരിമലയിൽ കോടതി ഉത്തരവുണ്ട്, പാടില്ല. പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്, പക്ഷെ അത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതിന് സംവിധാനമുണ്ട്. അതെങ്ങനെയാണ്? അതെന്ന് പറയുന്നത് ഈ ശാന്തിമാരുടെ പരികർമ്മികളായി കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും. അത് അങ്ങനെ നിന്നിട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റിൽ നിന്ന് മാറിയാലും അത് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബിസിനസ്സാണ് അവിടെ. അത് ചെയ്ത് കാലങ്ങളായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കുന്നത് വെച്ച് ആ സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് അയ്യോ എൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കൊണ്ടുവച്ചതെന്നും അത് തിരിച്ചെടുത്തുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ബോധ്യമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുണ്ടാവും. ഇത് അതാണ് ഇവരുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇത് എന്താ നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കണ്ടെത്തിയ ഒരു പ്രതിവിധിയാണ് ഈ പറഞ്ഞ ഈ പീഠം കാണാനില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം. അതിൻ്റെ ലക്ഷ്യം ഈ ആരോപണത്തിൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ അയ്യപ്പ സംഗമം തകർക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് തകർക്കുക എന്നുള്ളത്. പക്ഷേ അതെന്തായി, അത് കയ്യിൽ നിന്ന് പോയി. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെ സഹോദരിൻ്റെ വീട്ടിൽ തന്നെ ഈ പീഠം ഇരിക്കുകയാണ്. കാരണം അതെന്താ, മകസറിൽ കാണിക്കേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് വെച്ചിട്ട് അളവില്ലാത്ത സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അത് എല്ലാം. പക്ഷേ എന്താ, ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു, അവിടെ നിന്ന് പീഠം അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് പാളി അടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് 4 കിലോ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നല്ലോ ഈ അയ്യപ്പ സംഗമം നടന്ന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു. അത് ചർച്ചയാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന് സെപ്പറേറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് ചർച്ചയായി കൈകാര്യം. പക്ഷേ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇനിയും നടക്കുന്നേ. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റീനെ മാത്രം മാറ്റിയത് കൊണ്ട് പിന്നെ എന്താണ് ശബരിമലയിലെ VIP ദർശനങ്ങൾ മുഴുവൻ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും നടക്കും, ഇന്നലെയും നടന്നിട്ടുണ്ടാവും, നാളെയും നടക്കും, മറ്റന്നാളും നടക്കും. കാരണം അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ ക്യൂ നിൽക്കുന്നവരെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. ഒരു കാലത്താൽ പോലീസ്
പോലീസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ ചെയ്യും. അത് എല്ലാ കാലത്തും ഉണ്ട്, അത് ഇനിയും നടക്കും. നാളെ മുതൽ സ്വപ്നം അത് വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന ഒരാളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പം അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ശബരിയിൽ വെക്കാൻ പറ്റിയ വാതിൽ അതിന് കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജിക്കുകയാണ്. കാരണം നമ്മൾ കൊടിമര ജാഥ നടത്തുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ജാഥ പൂജിച്ച് കൊണ്ടിരുന്നത് പോലെ, ഈ കൊടിമര കൊണ്ടിരുന്നത് പോലെ ഈ ക്ഷേത്രത അങ്ങനെ ഒരു വാതിൽ ഇത് ശബരിമലയ്ക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു വാതിലുമില്ല. പക്ഷേ എന്താണ്, അങ്ങനെ ഒരു വാതിൽ അവിടെ കൊണ്ടു. അപ്പോൾ അത് വിശ്വസിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ അവിടെ വരുന്ന സമയത്ത് ശബരിമല ദർശനത്തെ അനുബന്ധിക്കുന്നതും ഈ പടിപൂജയ്ക്ക് വേണ്ട സംവിധാനം നടത്തുന്നതും ഈ പറഞ്ഞ അന്നദാനത്തിന് വേണ്ട സമയം ഒക്കെ പോറ്റിയാണ്. അപ്പോൾ അയാൾ വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കും. കാരണം അത്ര പ്രബലനാണ്, അദ്ദേഹത്തെ പിടിപാടുള്ള ആളാണ് അവിടെ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യത്തിൽ പാളിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.